Good afternoon. Good afternoon, Miss. Good afternoon. Afternoon. Good afternoon, Miss. Miss. Good Good afternoon, miss. afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Prayer song prepare ചെയ്തിട്ടുണ്ടോ? Cholla, Miss. Yes. തുടങ്ങട്ടെ. Oh Lord my God, when I know some wonder, consider all the works thy hands have made. I see the stars, I hear the mighty thunder. They power throughout the universe displayed. Then sings my soul, my Savior God today. How great thou art, how great thou art. Then sings my soul, my Savior God today. How great thou art, how great thou art. Thank you, Miss. Okay, very good. നിങ്ങൾ എംറ്റിയിൽ ആദ്യമായിട്ടാണോ പ്രെയർ പാടുന്നത്? എന്തോ മിസ്? എംറ്റി ക്ലാസ്സിൽ ഫസ്റ്റ് ടൈം ആണോ പ്രെയർ പാടുന്നത്? അതെ അതെ. ആർക്ക് വേണമെങ്കിലും പ്രിപ്പയർ ആയിട്ട് വരാം കേട്ടോ. കുറച്ച് പേരും കൂടി ഒന്ന് കയറിക്കോട്ടെ കേട്ടോ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ നോക്കിയോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്താന്നൊക്കെ വായിച്ചു നോക്കിയോ? നോക്കി മിസ്. Human development is a lifelong process which is connected to physical behavior, cognitive, and emotional growth. Good afternoon to all. Good afternoon, miss. Good afternoon. Good afternoon, Good Miss. afternoon, Miss. Good afternoon, miss. നമ്മളിപ്പോ ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു, ചൈൽഡ് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. എന്താണ് ഗ്രോത്ത് എന്നും എന്താണ് ഡെവലപ്മെന്റ് എന്നും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടോ?
മനസ്സിലായി. ഓക്കെ, ഒരു 3 പാരഗ്രാഫ് നമ്മൾ പറഞ്ഞല്ലേ. എന്താണ് ഡെവലപ്മെന്റ് എന്ന് വരെ പറഞ്ഞു. ഫിസിയോളജിക്കൽ അത് പറഞ്ഞു. ഇനി ഇവിടെ നമ്മളിപ്പോ ഡെവലപ്മെന്റിനും ഗ്രോത്തിനുമായിട്ട് 2 ഡെഫിനീഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 സൈക്കോളജിസ്റ്റുകളുടെ ഡെഫിനീഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്രോ ആൻഡ് ക്രോ. ക്രോ ആൻഡ് ക്രോ അതൊരു പേരാണ് കേട്ടോ. ക്രോ ആൻഡ് ക്രോ remarks that growth refers to structural and physiological changes, while development refers to growth as well as change in behavior. എന്താണ് അദ്ദേഹം അവിടെ പരാമർശിക്കുന്നത്? അവിടെ ഗ്രോത്തിനെ പറ്റിയും ഡെവലപ്മെന്റിനെ പറ്റിയും അവിടെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ക്രോ ആൻഡ് ക്രോ എന്താണ് പറയുന്നത്? വളർച്ച എന്നത് എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഘടനാപരവും ശാരീരികവുമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഘടനാപരവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയാണ് ഗ്രോത്ത് എന്നാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്. ഇനി അതേസമയം ഡെവലപ്മെന്റ് എന്നാൽ എന്താണ്? വികസനം എന്ന് പറയുന്നത് എന്താണ്? അത് വളർച്ചയെയും പെരുമാറ്റത്തിലെ മാറ്റങ്ങളെയുമാണ്. ഒരാളുടെ ബിഹേവിയർ ചേഞ്ചസിനെയാണ് അദ്ദേഹം അവിടെ ഡെവലപ്മെന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ്? ഗ്രോ ആൻഡ് ഗ്രോ റിമാർക്സ് ചെയ്യുന്നത് എന്താണ്? വളർച്ച എന്നത് ഘടനാപരവും ശാരീരികവുമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അതേസമയം തന്നെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? വളർച്ചയെയും പെരുമാറ്റത്തിലെ മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഡെഫിനേഷൻസ്, ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ, ബൈഹാർട്ടായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ക്രോ ആൻഡ് ക്രോയുടെ മനസ്സിലായോ? ഒരാളൊന്ന് പറഞ്ഞേ, എന്താണ് ഡെഫിനേഷൻസ് കൂടി അർത്ഥമാക്കുന്നത്? എന്താണ് ക്രോ ആൻഡ് ക്രോ? വളർച്ച എന്നത് ഘടനാപരവും ശാരീരികപരവുമായിട്ടുള്ള വളർച്ചയാണ് ഗ്രോത്ത്. പിന്നെ വളർച്ചയും ബിഹേവിയറിൽ ഉണ്ടാവുന്ന മാറ്റവുമാണ് ഡെവലപ്മെന്റ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? മിസ് ഒന്നുകൂടി പറയുമോ? അതായത് വളർച്ച എന്നത് ഘടനാപരവും ശാരീരികവുമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നു. വളർച്ച എന്നത് ഘടനാപരവും ശാരീരികവുമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് ക്രോ ആൻഡ് ക്രോ അഭിപ്രായപ്പെടുന്നത്. അതേസമയം വികസനം എന്ന് പറയുന്നത് എന്താണ്? വളർച്ചയെയും പെരുമാറ്റത്തിലെ മാറ്റങ്ങളെയുമാണ് അത് സൂചിപ്പിക്കുന്നത്. വികസനം എന്നത് വളർച്ചയെയും പെരുമാറ്റത്തിലെ മാറ്റങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഒരു സംശയം. ക്രോ ആൻഡ് ക്രോ എന്ന് പറയുന്നത് ഒരു ആള്, അതാര്? വ്യക്തിയുടെ പേരാണത്. അങ്ങനെ ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെ പേരുകളിൽ നമ്മൾ പഠിച്ചു. സൈക്കോളജിസ്റ്റ് ആണ്. നെക്സ്റ്റ് വേർഡ്സ് ആണ് ഹോർലോക്ക്. അക്കോർഡിംഗ് ടു ഹോർലോക്ക്. കണ്ടോ, അടുത്ത ആളുടെ പേരൊക്കെ നോക്കി. ഇവരുടെ പേരുകളൊക്കെ ഇങ്ങനെയായിരിക്കുള്ളൂ കേട്ടോ. നമുക്കൊരു പിടുത്തം കിട്ടാത്ത പേരുകളായിരിക്കുള്ളൂ. എന്താണ് വികസനം എന്നത്? മനസ്സിലായില്ല മിസ്സേ, അതൊന്നുകൂടെ പറയാ. വളർച്ച എന്നത് ഘടനാപരവും. അത് എഴുതിയെടുക്കാണോ? എഴുതിയെടുക്കാനായിട്ടാ. വളർച്ച എന്നത് ഘടനാപരവും ശാരീരികവുമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. രണ്ടാമത് പറഞ്ഞപ്പോ അപ്പൊ വികസനം എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? വികസനം എന്നത് വളർച്ചയെ, ഒരു വ്യക്തിയുടെ ഘട്ടത്തിലുള്ള വർധനവിനെയാണ് വികസനം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഡെഫിനിഷൻ ആണ് ഹോർലോക്ക്. അദ്ദേഹം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഡെവലപ്മെന്റ് refers
a progressive series of changes that happen in an orderly pattern as a result of maturation and experience. ഹെർലോക്കിന്റെ അഭിപ്രായത്തിൽ, അക്കോർഡിംഗ് ടു ഹെർലോക്ക്, അദ്ദേഹം എന്താണ് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? വികസനം എന്ന പദം പക്വതയുടെയും അനുഭവത്തിന്റെയും ഫലമായി ക്രമാതീതമായി പ്രവചിക്കാൻ പറ്റുന്ന ഒരു പാറ്റേണിലെ മാറ്റങ്ങളുടെ ഒരു പുരോഗമന പരമ്പരയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇച്ചിരി കട്ടിയാണ് ആ ഡെഫിനിഷൻ. നിങ്ങൾ പഠിക്കുമ്പോൾ ക്രോ ആൻഡ് ക്രോയുടെ ഡെഫിനിഷൻ മാത്രം പഠിക്കുക കേട്ടോ. ഫസ്റ്റ് ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ ഒരു നെക്സ്റ്റ് ഡെഫിനിഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? വികസനം എന്നത് എന്താണ്? എക്സ്പീരിയൻസിന് ബേസ്ഡ് ആയിട്ടാണ് ഒരാൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. ഒരാളിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളാണ് അയാളിലെ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ അനുഭവങ്ങളിൽ ഉണ്ടാവുന്ന പാറ്റേൺസിനനുസരിച്ചാണ് അയാൾക്ക് ആ വ്യക്തിക്ക് എന്തുണ്ടാവുന്നത്? ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം അവിടെ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, ഓരോ എക്സ്പീരിയൻസിലേക്ക് കൂടിയാണ് എന്ത്? ഓരോ അനുഭവങ്ങളിലൂടെ നമ്മളിൽ എന്തുണ്ടാവുന്നു? ഓരോ അനുഭവങ്ങളിലൂടെ നമ്മളുടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, സ്വഭാവത്തിൽ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പാറ്റേൺ രൂപത്തിലായിട്ടായിരിക്കും ആ മെച്ചുറേഷൻ, അതായത് എക്സ്പീരിയൻസിലൂടെയാണ് നമ്മളിൽ എന്തുണ്ടാകുന്നത്? വികസനം ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം അവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ കേൾക്കുന്നുണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഗ്രോത്തും ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും മറ്റൊരു വ്യക്തിയുടെ, മറ്റൊരു സൈക്കോളജിസ്റ്റിന്റെ ഒരു ഡെഫിനേഷൻ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് പ്രസന്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ക്രോ ആൻഡ് ക്രോ അതുപോലെ തന്നെ മറ്റ് സൈക്കോളജിസ്റ്റുകളുടെ ഡെഫിനേഷൻസ് ഉണ്ടാവും, സെർച്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒരു 10 പേരെങ്കിലും അത് എന്താണെന്നൊന്ന് അവതരിപ്പിക്കുക. എല്ലാവരും എഴുതിയിരിക്കണം. ഒരു ആക്ടിവിറ്റിയാണ്, എല്ലാവരും എഴുതിയിരിക്കണം. പക്ഷെ നമുക്ക് എല്ലാവരെയും കേട്ടില്ല. നമ്മളിവിടെ ഒരു ഡെഫിനേഷൻ പഠിച്ചതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു ഡെഫിനേഷൻ, ഗ്രോത്തും ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ഡെഫിനേഷൻ നിങ്ങൾ ഒരെണ്ണം കണ്ടെത്തി കൊണ്ടുവരിക. അത് നിങ്ങൾക്ക് തരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഓക്കെ മാം, ഒരു സംശയമുണ്ടേ. ഹലോ മാം, പിന്നെ ഈ ഡെഫിനിഷൻ എഴുതുമ്പോൾ ഇപ്പൊ ക്രോ ആൻഡ് ക്രോയുടെ ഡെഫിനിഷൻ പോലെ ഡെവലപ്മെന്റിനെയും ഗ്രോത്തിനെയും കുറിച്ച് അദ്ദേഹം ഒരുമിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ അതുപോലെയാണോ അതോ സെപ്പറേറ്റ് ഓരോരുത്തരുടെ ഗ്രോത്തിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ? നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അത് കേട്ടോ. ഓക്കെ മാം. ചില സൈക്കോളജിസ്റ്റ് ഗ്രോത്തിനെ മാത്രം ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ചിലവർ ഡെവലപ്മെന്റിനെ മാത്രം അങ്ങനെയും ചെയ്യുന്നവരുണ്ട്, ഒരുമിച്ച് പറയുന്നവരുണ്ട്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത് കേട്ടോ. ഓക്കെ, എന്നിട്ട് ആ ഡെഫിനേഷൻ ഇവിടെ എന്താ പറയേണ്ടത്? ഇവിടെ നിങ്ങൾ അവതരിപ്പിക്കണം. എന്നിട്ടത് ബാക്കിയുള്ള സ്റ്റുഡൻസിനത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് ഇതല്ലാതെ തന്നെ ഒരു 10 ഡെഫിനേഷൻ എക്സ്ട്രാ കൂടി നമ്മൾ മനസ്സിലാക്കുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. മിസ്സേ, ഡെഫിനിഷൻ പഠിപ്പിച്ച് ഒന്നുകൂടെ പറയാവോ? ഞാൻ ലേറ്റ് ആയിരുന്നു ക്ലാസ്സിൽ കയറിയത്, മഴ ആയതുകൊണ്ട്. ഇവിടെ അതൊന്ന് പറഞ്ഞു തരാവോ? എന്നായിരുന്നു തുടക്കം? നമ്മളിവിടെ 2 ഡെഫിനിഷൻസ് പറഞ്ഞിരുന്നു, ക്രോ ആൻഡ് ക്രോന്റെയും ഹെർലോക്കിന്റെയും. ക്രോ ആൻഡ് ക്രോ എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് വളർച്ച എന്നത് ഘടനാപരവും ശാരീരികവുമായിട്ടുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വളർച്ച എന്നത് നമ്മുടെ സ്ട്രക്ചറാണ്, സ്ട്രക്ചർ ബേസ്ഡ് ആണ് എന്താ വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതെന്താണ്? സ്ട്രക്ചർ ബേസ്ഡ് ആണ് നമുക്ക് ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അദ്ദേഹം അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്? വളർച്ചയെയും പെരുമാറ്റത്തിലെ മാറ്റങ്ങളെയുമാണ് അദ്ദേഹം ഡെവലപ്മെന്റ് എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഹാർലോക്ക് പറയുന്നത് എന്താണ്? ഓരോ വ്യക്തിക്കും അവർക്കുണ്ടാകുന്ന എക്സ്പീരിയൻസിലൂടെയാണ് അവർക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഓക്കെ,
ഓക്കെ മിസ്. അത് കറക്റ്റ് ടൈമിൽ കേറാൻ നോക്കണോട്ടോ എല്ലാവരും. നെക്സ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ് എന്നുള്ള ഡെഫിനേഷൻസ് പഠിച്ചു. അതിനെക്കുറിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഡെഫിനേഷൻസ് ഓരോന്നും നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ് ഗ്രോത്ത് എന്നും എന്താണ് ഡെവലപ്മെന്റ്, എന്താണ് വികസനം, എന്താണ് വളർച്ച എന്ന് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി ഇവ തമ്മില് ഡിഫറൻസസ് ഉണ്ട് അല്ലെ, വ്യത്യാസങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, വളർച്ചയും വികാസവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം. ഓക്കെ, PDF കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, ഓക്കെ, ഇവിടെ ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട്, ഡെവലപ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചേ, എന്താണ് ഗ്രോത്ത്? It refers to change in the specific aspect of body or behavior of the individual. എന്താണ് ഫസ്റ്റ് പോയിന്റ്? എന്താണ് ഗ്രോത്ത് സൂചിപ്പിക്കുന്നത്? ശരീരത്തിലും പെരുമാറ്റത്തിലുമുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്പെസിഫിക് ചേഞ്ചസിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഡെവലപ്മെന്റ് എന്തായിരിക്കാം? എന്താണ് അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്? ഓരോ വ്യക്തിയിലും വരുന്ന ഓവറോൾ മാറ്റത്തിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഫസ്റ്റ് ടു ചേഞ്ച് ഇൻ ദി സ്പെസിഫിക് ആസ്പെക്ട്സ് ഓഫ് ദി ബോഡി. എന്താണ്? വ്യക്തിയുടെ ശരീരത്തിലെയും പെരുമാറ്റത്തിലെയും മാറ്റങ്ങളെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. വ്യക്തിയുടെ ശരീരത്തിലെയും പെരുമാറ്റത്തിലെയും മാറ്റങ്ങളെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ അതാണ് വ്യക്തി, അയാളുടെ ശരീരത്തിലെയും പെരുമാറ്റത്തിലെയും ഉണ്ടാവുന്ന മാറ്റങ്ങളെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡേ. First struggle of the change, but result is improvement. മിസ്സേ മ്യൂട്ട് ഓൺ ആക്കിക്കാണേ, ഓഫ്ലൈൻ ആക്കണം. ക്ഷമിക്കണേ, ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നുകൊണ്ടാണേ. കാണാൻ പറ്റുന്നോ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നുണ്ടോ? യെസ്.
കാണുന്നുണ്ട് മിസ്. ഓക്കെ, അതെ. കാണാൻ പറ്റാം. നമ്മുടെ ക്ലാസ്സിലെ മോണ്ടിസോറിയുടെ ക്ലാസ്സില് ഓൾ വീട്ട് കൊടുക്കാൻ പാടില്ല എന്നൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. കാരണം നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആണ് ഇതിന്റെ ഈ ക്ലാസ്സിന്റെ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ മാക്സിമം ഒരുപാട് ശബ്ദത്തിൽ എല്ലാവരും കൂടി പറയാതെ ഓരോരുത്തരായിട്ട് പറയാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു, വ്യക്തിയുടെ ശരീരത്തിലെയും പെരുമാറ്റത്തിലെയും മാറ്റങ്ങളെയാണ് എന്താ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഉണ്ടാകുന്ന ഇംപ്രൂവ്മെന്റിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ മികച്ച പ്രവർത്തനങ്ങൾ അല്ലെ, അയാളെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്കനുസരിച്ചിട്ടാണ് അയാൾക്ക് എന്തുണ്ടാവുന്നത്, മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത്. ഒരു വ്യക്തിയുടെ മികച്ച പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്ന എല്ലാ മാറ്റങ്ങളെയും എന്ത് സൂചിപ്പിക്കുന്നു? ഡെവലപ്മെന്റ്സ് ആയിട്ട് കണക്കാക്കാം. അയാൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ ആക്ടിവിറ്റീസും എന്താണ്? ആ ഒരു വ്യക്തി വികസിക്കാനുള്ള കാരണത്തിന് ഇടയാക്കുന്നു. ഓക്കെ, then second point നോക്കിയേ, it refers to changes in quantitative aspects. It refers to changes in the quantitative aspects. ഡെവലപ്മെന്റ് ഒന്ന് പറയോ? ഒരു വ്യക്തിയുടെ മികച്ച പ്രവർത്തനത്തിൽ ഉണ്ടാവുന്ന എല്ലാ മാറ്റവുമാണോ? ഒരു വ്യക്തിയുടെ മികച്ച പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്ന എല്ലാ മാറ്റങ്ങളെയും ഇത് സൂചിപ്പിക്കുന്നു. It refers to changes in the quantitative aspects. എന്താണ് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത് നമുക്ക് മെഷർ ചെയ്യാൻ, അളക്കുവാനായിട്ട് അളക്കാൻ സാധിക്കുന്നതാണ്. അതെന്താണ്? സൈസ്, ഒരു വ്യക്തിയുടെ സൈസ്, അതുപോലെ തന്നെ ഹൈറ്റ്, വെയിറ്റ് ഒക്കെ എന്താണ്? നമുക്ക് മെഷറബിൾ ആണ് അല്ലെ, അത് അളക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ്. അതായത് ഒരു വ്യക്തിയിലെ ഗുണപരമായിട്ടുള്ള വശങ്ങളെ അല്ലെങ്കിൽ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ അതില് എന്ത് അളക്കുന്നത്. മറ്റേതിൽ എന്താണ്? ഗ്രോത്തിലെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സുകളാണ്, അത് അളക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഇതിലെങ്ങനെയാണ്? ആ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന ഗുണങ്ങളെയാണ് എന്ത് പറയുന്നത്? ആ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന ഗുണങ്ങളാണ് ഡെവലപ്മെന്റ്സിൽ വരുന്നത്. ഗ്രോത്തും ഡെവലപ്മെന്റും രണ്ടായിട്ട് പറയാൻ പറ്റുമോ? കാരണം ഞാൻ ഈ നോട്ട് എഴുതുന്നുണ്ടേ, അപ്പൊ എനിക്ക് രണ്ടും കൂടെ ബോക്സ് വരച്ചാ പോരെ? ഇതുപോലെ തന്നെ എഴുതിയെടുക്കുക. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ബോക്സ് വരയ്ക്കുക, അല്ലെങ്കിൽ 2 ലൈൻസ് ഇട്ടിട്ട് അപ്പുറം എഴുതാം. സെൻട്രൽ ലൈൻ വരച്ചിട്ട് എഴുതിക്കോ, ഡോട്ട്സ് ആക്കിയിട്ട്, പെട്ടെന്ന് എഴുതാൻ പറ്റും. ഓക്കെ ഇതേപോലെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഞാൻ നോട്ട് എഴുതുമ്പോ അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പൊ ടെക്സ്റ്റ് കിട്ടി, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നമുക്ക് നമ്മുടെ സാവകാശം എഴുതാലോ. മതി. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തോളൂ കേട്ടോ. ക്ലാസ്സിൽ മറ്റു കുട്ടികൾക്ക് ഇപ്പൊ ഡിസ്റ്റർബൻസ് ആവില്ല. ഓക്കെ, തേർഡ് പോയിന്റ് നോക്കിയേ. It does not continue throughout life. It stops with when maturity is attained. Growth എന്ന് പറയുന്നത് എന്താണ്? It does not continue throughout life. Growth continuous ആണോ? വളർച്ച അല്ല. വളർച്ച എന്നതൊരു തുടർച്ചയായിട്ടുള്ള പ്രക്രിയയല്ല. It stops with when maturity is attained. ഒരു വ്യക്തി പക്വത ആർജിക്കുന്നതിലൂടെ എന്താണ്? അവിടെ ഗ്രോത്ത് ഇല്ലാതെയാകുന്നു, ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ആകുന്നു. ഗ്രോത്ത് എന്ന് പറയുന്നത്, വളർച്ച എന്ന് പറയുന്നത് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് അല്ല, ലൈഫിലെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് അല്ല. അത് എവിടെ വെച്ചാണ് നിൽക്കുന്നത്? ഒരു വ്യക്തി പക്വത ആർജിക്കുന്നതിലൂടെ, ഒരു വ്യക്തിക്ക് മെച്യൂരിറ്റി കംപ്ലീറ്റഡ് ആകുന്നതിലൂടെ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ആകുന്നു. നിങ്ങളിവിടെ ചെറുതായിട്ട് എഴുതി വെക്കാം. എന്താണ്? വ്യക്തി പക്വത പ്രാപിക്കുമ്പോൾ ഇത് നിൽക്കുന്നു. വ്യക്തി പക്വത പ്രാപിക്കുമ്പോൾ ഇത് നിൽക്കുന്നു. വ്യക്തി പക്വത പ്രാപിക്കുമ്പോൾ ഇത് നിൽക്കുന്നു. ഇനി ഡെവലപ്മെന്റ് എങ്ങനെയാണ്?
It is an unceasing process. It does not end when the maturity is attained. ഇനി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അൺസീസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിലയ്ക്കാത്തൊരു പ്രോസസ്സാണ് അല്ലെ? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത്? ഡെവലപ്മെന്റ് എന്ന്. തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ്സാണ് വികസനം എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഈവൻ when the maturity is attained. പക്വത ആർജിച്ചു കഴിഞ്ഞാലും എന്താണ്? ഇത് അവിടെ ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല. ഒരു വ്യക്തിക്ക് എന്താണ്? പലതരം മാറ്റങ്ങളിലൂടെ ആ വ്യക്തി എന്താണ്? പലതരത്തിലുള്ള വികസനങ്ങളിലേക്ക്, പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സിലേക്ക് എന്താണ്? ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരിക്കലും എന്താണ്? വികാസം അവിടെ നിലയ്ക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിലയ്ക്കാതെ പോകുന്നു. ഓക്കെ, ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രോത്ത് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. മെച്യൂരിറ്റി എടുക്കുന്ന സമയത്ത് ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ആവുന്നു. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അങ്ങനെ പഠിക്കണം കേട്ടോ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതൊരു അൺസീസിങ് പ്രോസസ് ആണ്, ഒരിക്കലും നിലയ്ക്കാത്തൊരു പ്രോസസ് ആണ്. പിന്നെ എന്താണ്? ആള് മെച്യൂർഡ് ആയാലും പക്വത ആർജിച്ചാലും എന്താണ്? അയാളുടെ പെരുമാറ്റത്തിലൂടെ അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന പെരുമാറ്റത്തിലൂടെ അത് വികസിച്ച് തന്നെ വരുന്നു. ഒരിക്കലും അത് നിൽക്കില്ല. അയാൾക്ക് ജനനം മുതല് മരണം ഇംഗ്ലീഷിൽ തന്നെയല്ലേ എക്സാമിനൊക്കെ വരിക? യെസ് യെസ്. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ മലയാളം മീനിങ് അറിയാൻ വേണ്ടിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഫുൾ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കണോ? വേണ്ട മിസ്, മലയാളം കൂടി പറഞ്ഞു. ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാൻ എളുപ്പമുണ്ട്. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇതാണ്. ഞാൻ അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് മലയാളത്തിൽ കേട്ടോ. വികാസം എന്നത് ജനനം മുതല് മരണം വരെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ജനനം മുതല് മരണം വരെ നടക്കുന്ന പ്രക്രിയയാണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? പക്വതയാർജിക്കുന്നതിലൂടെ അത് സ്റ്റോപ്പ് ആവുന്ന ഒരു പ്രക്രിയയാണ്. ഈ 3 പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായോ? 3 പോയിന്റ്സ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്സ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ മിസ്. മൂന്നാമത്തെ പോയിന്റ് ഇറ്റ് ഡസ് നോട്ട് കണ്ടിന്യൂ ത്രൂ ഔട്ട് ലൈഫ്. ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവില്ല. അതൊരു തുടർച്ചയായിട്ടൊരു പ്രോസസ് അല്ല. അത് എവിടെ എത്തുമ്പോൾ നിലനിൽക്കുന്നു? നമ്മൾ ഒരു മെച്യൂർഡ് ആവുന്ന സമയത്ത് പക്വതയാർജിക്കുന്നതിലൂടെ നമ്മൾക്ക് എന്ത് അവസാനിക്കുന്നു? ഗ്രോത്ത് നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്മെന്റ് ഒരു അൺസീസിങ് പ്രോസസ് ആണ്. അതൊരിക്കലും നിലയ്ക്കാത്തൊരു പ്രോസസ് ആണ്. നമ്മളുടെ ജനനം മുതൽ മരണം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വ്യക്തിയില് വികസനങ്ങൾ ഉണ്ടാകുന്നു. അയാളുടെ ബിഹേവിയറൽ ചേഞ്ചസിലൂടെ എന്താണ്? എക്സ്പീരിയൻസിലൂടെ അയാളില് എന്തുണ്ടാകുന്നു? വികസനം ഉണ്ടാകുന്നു. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഗ്രോത്ത് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ, അവളെ കൂടി ഇരുത്തുമ്പോഴേ ഇവിടെ മൊത്തം ഇടും. ശ്രീലക്ഷ്മി മ്യൂട്ട്. ഓക്കെ, ഫോർത്ത് പോയിന്റ് നോക്കിയേ. ഫോർത്ത് പോയിന്റ്, it is narrow in its meaning and only one of the features of development process. It is narrow in its meaning and only one of the features of development process. എന്താണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത്? ഒരു വളർച്ച എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തിലുണ്ടാവുന്നതാണ് വളർച്ച? നമ്മൾ എന്തിലുണ്ടാവുന്നതാണ് വളർച്ച എന്ന് പറയുന്നത്? എന്ത് ഫീച്ചറാണ്? നമ്മുടെ ശരീരത്തിലുള്ള എന്ത് ഫീച്ചറിലാണ് വളർച്ച ഉണ്ടാവുന്നത്? എന്താണ്? സെല്ലുകൾ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത്. യെസ്, സെൽസിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളിൽ മാത്രമാണ് എന്തുണ്ടാവുന്നത്? ഗ്രോത്ത് ഉണ്ടാകുന്നത്. അതർവൈസ് അതെന്താണ്? അതൊരു നാരോ ആയിട്ടുള്ള പ്രോസസ് ആണ്. ഒരുപാട് വൈഡ് അല്ല അല്ലെ? അതൊരു ചെറിയ പ്രോസസ്. സമയം കഴിയുന്ന ടൈമില് നമ്മുടെ ശാരീരികമായിട്ടുള്ള വളർച്ച, ഫിസിക്കലായിട്ടുള്ള വളർച്ച എന്താണ്? നിൽക്കും അല്ലെ? ഒരു സമയം എത്തിക്കഴിയുമ്പോൾ എന്താണ്? ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയണം. നമ്മൾ ഏകദേശം ഏത് സമയം വരെ ഹൈറ്റ് വെക്കും? ഏത് സമയം വരെ നമുക്ക് ഹൈറ്റ്? 21 ഇയേഴ്സ് വരെയൊക്കെ വെക്കും. 21 ഇയേഴ്സ് ആകുമ്പോൾ നമുക്കത് സ്റ്റോപ്പ് ആവുന്നില്ലേ? യെസ്, അതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത് കേട്ടോ.
അത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഫീച്ചറായിട്ട് ബന്ധപ്പെടും. ഇപ്പൊ ഹൈറ്റ് ആവാം, തടിയാവാം, ഓക്കെ, ഏതുമായിട്ടും നമ്മൾക്ക് അതിനെ ബന്ധപ്പെടുത്തി കണക്ട് ചെയ്യാം. അതൊരു ടൈം വരെ അത് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ എന്താണ്, പിന്നീട് അത് വികസിക്കില്ല. പിന്നീട് എന്താണ് ഉണ്ടാവുന്നത്, പിന്നീട് ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഡെവലപ്മെന്റ് തുടങ്ങുന്നത് അല്ലെ. ഡെവലപ്മെന്റ് ജനനം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഗ്രോത്ത് നിന്നാലും എന്തുണ്ടാകുന്നു, നമ്മളിലെ വികസനങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ വൈഡർ ആൻഡ് കോംപ്രഹെൻസീവ് ടേം ആണ്. വൈഡർ ആൻഡ് കോംപ്രഹെൻസീവ് എന്താണ്, സമഗ്രമായിട്ടുള്ള അല്ലെ. വൈഡർ എന്ന് വെച്ചാൽ വലുതായിട്ടുള്ളത് അല്ലെ. ഡെവലപ്മെന്റ് വികസനം എന്താണ്, സമഗ്രമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിങ്ങനെ ഓരോ തലത്തിനോറും എന്താണ്, ഒരു വ്യക്തിയിലെ പല പല മാറ്റങ്ങളിലൂടെ അതിങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കും. അതാണ് എന്ത് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. കോംപ്രഹെൻസീവിന്റെ മീനിങ് എന്താ? കോംപ്രഹെൻസീവ് എന്ന് വെച്ചാൽ സമഗ്രമായ മാറ്റങ്ങൾ, സമഗ്രമായ. Okay. Next point, growth may or may not bring development. Growth may or may not bring development. എന്താണ് പറയുന്നത്? വളർച്ചയോടനുബന്ധിച്ച് ഡെവലപ്മെന്റ് ഉണ്ടാവാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്. വളർച്ചയുമായി ബന്ധപ്പെട്ട് വികസനം ഉണ്ടാകാനും ഇല്ലാതിരിക്കാനും ചാൻസസ് ഉണ്ട്. അതെങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കാം? വളരുന്നതിനനുസരിച്ച് മെച്യൂരിറ്റി കൂടാനും. യെസ്, വെരി ഗുഡ്, പറഞ്ഞോളൂ. മെച്യൂരിറ്റി കൂടാനും ചിലപ്പോൾ മെച്യൂരിറ്റി കൂടാതിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, ഒരാളില് ശാരീരികമായ വളർച്ച ഉണ്ടായിരിക്കാം അല്ലെ. ശാരീരികമായ വളർച്ച ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും ചാൻസസ് ഉണ്ട്. നമ്മൾ മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടിട്ടില്ലേ, മാനസിക വളർച്ച അധികം ഇല്ലാത്ത കുട്ടികളെ കണ്ടിട്ടില്ലേ? അപ്പൊ അതിൽ എന്താണ് വ്യത്യാസമുള്ളത്? അവർക്ക് ശാരീരികമായിട്ടുള്ള ശാരീരികമായിട്ട് മാത്രം വളർച്ച, ശാരീരികമായിട്ട് വളർച്ചയുണ്ടാവും. ശാരീരികമായ ഒരു എന്താണ്, എല്ലാ ഫിസിക്കലി ഫീച്ചേഴ്സ് ആയിട്ട് അവൻ എന്തായിരിക്കും, എല്ലാം കൊണ്ടും ഗുഡ് ആയിരിക്കും. പക്ഷെ എന്താണ്, എന്തുണ്ടായിരിക്കില്ല, അവർക്ക് അവിടെ ഡെവലപ്മെന്റ്സ് ഉണ്ടായിരിക്കില്ല. ഇത് നമ്മൾ പറയാറില്ലേ, ഫീബിൾ മൈൻഡിലുള്ള കുട്ടികള്, മന്ദബുദ്ധികള് പറയില്ലേ, അവർക്കൊക്കെ എങ്ങനെയായിരിക്കും? ചിലപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടായിരിക്കാം, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള മാനസിക വളർച്ചയില്ല. യെസ്, ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. എന്താണ്, പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രോത്ത് ഇല്ലെങ്കിലും എന്താണ്, ഡെവലപ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും അല്ലെ. വികസനത്തിന് എന്താണ്, വളർച്ചയുടെ ആവശ്യമുണ്ടോ, ഗ്രോത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതിപ്പോ എന്താണ്, ബുദ്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണ്, ഓരോ വ്യക്തിയിൽ എന്താണ്, ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് നോക്കി, ലാസ്റ്റിലുള്ള. Okay, the changes generated by growth are perceivable and can be measured. The changes generated by growth are perceivable and can be measured. നമ്മൾ എന്താണ്, ഗ്രോത്ത് എന്താണെന്നാണ് പറഞ്ഞത്? നമ്മൾ ആദ്യമേ പറഞ്ഞത് എന്താണ്? മെഷർ ചെയ്യാൻ പറ്റും. ഒരു പർട്ടിക്കുലർ പീരീഡ്. പറഞ്ഞോളൂ. തുടർച്ചയായ ഒരു പർട്ടിക്കുലർ പീരീഡ് വരെ മാത്രം വളരുന്നതിന് ഗ്രോത്ത് എന്ന് പറയുന്നു. മെഷറബിളും ആണ്. അതുപോലെ അതായത് എത്ര ഇതുണ്ടോ അതിലേക്ക് പിന്നെ തിരിച്ചു പോകത്തില്ല. നമ്മള് പ്രീ റിവേഴ്സിബിൾ ആണത്. പ്രീ റിവേഴ്സിബിൾ അല്ല, പെർസീവബിൾ എന്ന് വെച്ചാൽ എന്താണ്, അളക്കാൻ പറ്റുന്നതാണ് അല്ലെ. ആയിട്ടുള്ളതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ എല്ലാ പോയിന്റ്സും തന്നെ ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. പറയട്ടെ, നമ്മൾ പഠിച്ച മുന്നിലുള്ള പോയിന്റ്സിലൊക്കെ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ക്വാളിറ്റേറ്റീവ് ആണെന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ഇത് അളക്കാൻ പറ്റുന്നതാണ്, മെഷേർഡ് ആണ്. എന്താ, ഈ ഗ്രോത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് ഇപ്പൊ ഒരാളിൽ ഉണ്ടാകുന്ന വെയിറ്റ്സ്, സൈസ്, ഹൈറ്റ് ഒക്കെ എന്താണ്, നമുക്ക് മെഷറബിൾ ആണ്, അളക്കാൻ സാധിക്കുന്നതാണ്, അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അല്ലെ.
പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്മെന്റ് ചേഞ്ചസ് produced by development are not traceable and cannot be measured. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും അളക്കാൻ സാധിക്കുന്നില്ല, ഒരിക്കലും മെഷർഡ് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. ഓരോ ബിഹേവിയറലായിട്ട് ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ഓരോ വ്യക്തിയിലും ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വികസനങ്ങൾ എന്ന് പറയുന്നത്. ഗ്രോത്ത് ഈസ് സ്ട്രക്ചറൽ. ഗ്രോത്ത് ഈസ് സ്ട്രക്ചറൽ. ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? വളർച്ച എന്നത് ഘടനാപരമാണ്. ഘടനാപരമാണ്. ഗ്രോത്തിനോട് സ്ട്രക്ചർ ഉണ്ട് അല്ലെ? എന്ത് സ്ട്രക്ചർ ആണ്? ആ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളല്ലേ? മെഷർ ചെയ്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ത് മാറ്റങ്ങൾ? നമുക്ക് ഫിസിക്കൽ ആയിട്ട് വരുന്ന മാറ്റങ്ങൾ അല്ലാതെ മെന്റൽ ആയിട്ട് വരുന്ന മാറ്റങ്ങൾ. യെസ്, മെച്ചുവേർഡ് ആവുന്ന ഒരു ടൈം അല്ലെ? അതൊരു സ്ട്രക്ചേർഡ് ആവും. ഒരു വ്യക്തി സ്ട്രക്ചേർഡ് ആവുന്ന ഒരു പീരീഡ് ഉണ്ടാവും അല്ലെ? ഒരാൾക്ക് ഒരു സ്വഭാവ രൂപീകരണം എന്താണ്? ഒരു വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത് അയാളുടെ ഒരു സ്ട്രക്ചർ ആണ് അല്ലെ? ആ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ എന്തായിരിക്കും? അയാൾക്ക് ഒരു സ്ട്രക്ചറിൽ എത്തിച്ചത് ഒരു സമയത്തുമ്പോൾ അയാൾ ഒരു മെച്ചുവേർഡ് ആവുന്ന സമയത്ത് അയാൾ എന്താണ്? സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറും. സ്വാഭാവികമായും മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്താണ് ഒരു വ്യക്തി എന്താണ് ഇമോഷണൽ ചേഞ്ചസിലൂടെ ആ വ്യക്തിയിൽ എന്താണ് മെച്യൂറേഷനിൽ ആ വ്യക്തി എത്തിച്ചേരുന്ന ഒരു സ്ട്രക്ചർ രൂപപ്പെടുന്നു. അപ്പൊ എന്താണ്? ഗ്രോത്ത് ഈസ് സ്ട്രക്ചറൽ. വളർച്ച എന്ന് പറയുന്നത് എന്താണ്? ഘടനാപരമാണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ആണ്. ഫങ്ഷണൽ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ആ വ്യക്തിയിൽ എന്തുണ്ടാവുന്നത്? ഡെവലപ്മെന്റ്സ്. അതായത് ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നുമാണ് വികസനങ്ങൾ ഒരു വ്യക്തിയിലേക്ക് ആർജിക്കുന്നത്. ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഘടനാപരമായ പ്രോസസ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫങ്ഷണൽ പ്രോസസ് ആണ്. ഇത് നിങ്ങള് മൈ ഹാർട്ടായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഗ്രോത്തും ഡെവലപ്മെന്റും എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. പിന്നെ ഈ പോയിന്റ്സുകൾ ഓരോരുത്തരായിട്ടൊന്ന് പറഞ്ഞേ. ഞാൻ പറയാം. ഓക്കെ, പറയുമ്പോൾ എങ്ങനെയാ പറയേണ്ടത്? ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയണം. ഓരോ പോയിന്റ്സ്. എത്ര പോയിന്റ്സ് ഉണ്ട് ഇവിടെ? നമുക്ക് 7 പോയിന്റ്സ്. അപ്പൊ 7 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പറയാം. അപ്പൊ അമൃത പറഞ്ഞേ. അമൃത ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേ. അമൃത കാണുന്നില്ല. പറയാം മിസ്. ഓക്കെ, പറയണ്ട എങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ? ഗ്രോത്ത് എന്താണെന്നും ഡെവലപ്മെന്റ് എന്താണെന്നും ഡിഫറൻഷിയേറ്റ് ഓർഡറിൽ പറയണമെന്നുണ്ടോ? ഓർഡറിൽ തന്നെ പറയണോ? ഓർഡറിൽ തന്നെ പറയൂ. ഓർഡർ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതുപോലെ പറയാം. ആക്ച്വലി ഞാൻ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് വന്നത്. ലേറ്റ് ആയി പോയി. ഓക്കെ, അടുത്ത ആൾ പറയൂ. ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും പറയാം. ഓക്കെ. ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ആസ്പെക്ട് ആണ്. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് മെഷർ ചെയ്യാനും എല്ലാ കാര്യങ്ങളെയും ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള രീതിയിൽ പറയാനും സാധിക്കും. പക്ഷെ ഡെവലപ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർ ചെയ്യാൻ പറ്റില്ല. അതൊരു ക്വാളിറ്റേറ്റീവ്, ഒരു മനുഷ്യന്റെ ബിഹേവിയർ ക്വാളിറ്റി അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് അതിനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർ ചെയ്യാൻ പറ്റില്ല. ഓരോ മനുഷ്യരിൽ നിന്ന് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയാമേ. നെക്സ്റ്റ് പറഞ്ഞോളൂ. ഫസ്റ്റ് പോയിന്റ് ആരാ പറയുന്നത്? ഞാൻ പറയാം. വ്യക്തിയുടെ ശരീരത്തിലെയും പെരുമാറ്റത്തിലെയും മാറ്റാണ് ഫസ്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വ്യക്തിയുടെ മികച്ച പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റാണ്. തേർഡ് പോയിന്റ് പറയാം. ഗ്രോത്ത് ഇറ്റ് ഈസ് stop when maturity is attained. ഗ്രോത്ത് എന്ന് പറയുന്നത് കണ്ടിന്യൂ ആയിട്ട് വരുന്നില്ല ലൈഫിൽ. അത് ഒരു സമയം വരെ ഉണ്ടാവുകയുള്ളൂ. മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ആവും. പക്ഷേ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ്
unceasing process. It does not end when the maturity is attained. ലൈഫ് ലോങ് ആയിട്ട് ഡെവലപ്മെന്റ് ഉണ്ടാവും. ജനനം മുതൽ മരണം വരെ അത് വികസിച്ചു കൊണ്ടേയിരിക്കും ഒരു വ്യക്തിയുടെ. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. നമുക്ക് ഗ്രോത്ത് ആണെങ്കിൽ ഡെവലപ്മെന്റ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അത് നടക്കും. അതായത് സ്ട്രക്ചറൽ, നമുക്കിപ്പം ഒരാൾ ഫിസിക്കലി ഗ്രോത്ത് ഉണ്ടെങ്കിൽ ആൾക്ക് മെന്റലി ഗ്രോത്ത് ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. പക്ഷേ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഇല്ലെങ്കിലും നടക്കുന്നതാണ്. അവിടെ വളർച്ച ഇല്ലെങ്കിലും അവിടെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ഞാൻ പറയാം സാർ. The changes generated by growth and prevented and can be measured. ഗ്രോത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ മനസ്സിലാക്കാനും അളക്കാനും പറ്റാവുന്നതാണ്. പിന്നെ ഡെവലപ്മെന്റ് ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡെവലപ്മെന്റ് ആർ നോട്ട് പെർസീവ്ലി cannot be measured. ഇത് മെഷർ ചെയ്യാൻ പറ്റില്ല. മാറ്റങ്ങളെ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ അളക്കാൻ കഴിയുന്നതല്ല. ലാസ്റ്റ് പോയിന്റ് ആരാണ്? ഗ്രോത്ത് ഈസ് എ സ്ട്രക്ചറൽ. ഗ്രോത്ത് എന്താണ്? ഗ്രോത്ത് എന്ന് പറയുന്നതിനൊരു സ്ട്രക്ചർ ഉണ്ട്. പിന്നെ ഡെവലപ്മെന്റ് ഈസ് എ ഫങ്ഷണൽ. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വ്യക്തി ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഉണ്ടാകുന്നത്. ഒന്നോരുണ്ട് മിസ്. ഇറ്റ് ഈസ് നാരോ ഇൻ ദ മീനിങ് ആൻഡ് ഓൺലി വൺ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് പ്രോസസ്. ഇതൊരു നാരോ ആയിട്ടുള്ളൊരു പ്രോസസ്സിംഗ് ആണ്. ഇത് വൈഡ് അല്ല. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വൈഡർ ആൻഡ് കോംപ്രഹെൻസീവ് ടേം. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഗ്രോത്തും ഡെവലപ്മെന്റ് നന്നായിട്ട് ബൈഹാർട്ടാക്കി പഠിക്കണം. മനസ്സിലാക്കി പഠിക്കണം, ബൈഹാർട്ടാവും, എങ്ങനെ പഠിക്കണം കേട്ടോ, പഠിച്ചു വെക്കുക. ഓക്കെ. മിസ്, ഇത് ഏത് മൊഡ്യൂളിലെ ആണെന്നൊന്ന് പറയാവോ? ഞാൻ ഒന്ന് ലേറ്റ് ആയതുകൊണ്ട് കറക്റ്റ് അറിയാൻ വയ്യ. അതുകൊണ്ട് പാർട്ട് 2 ഭാഗങ്ങളാണ് ടീച്ചർ എടുക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിലെ പാർട്ട് 2 സൈക്കോളജിക്കൽ പാർട്സ് ടീച്ചർ എടുക്കുന്നത്. ഫസ്റ്റ് പാർട്ടില് മൊഡ്യൂൾ 1 അല്ലേ? മുകളിൽ കാണുന്നുണ്ട് പാർട്ട്. ഹെഡിങ് എന്തെങ്കിലും ഉണ്ടോ മിസ്സേ? പേജ് നമ്പർ 32. ചൈൽഡ് ഡെവലപ്മെന്റ് ബുക്ക് കിട്ടിയില്ലടോ. ടെക്സ്റ്റ് ബുക്ക് ആർക്കെങ്കിലും കിട്ടിയോ? ഇല്ല. ഗ്രോത്ത് 32 ആണോ? ഗ്രോത്ത് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. യൂണിറ്റ് 1 പാർട്ട് 2 യൂണിറ്റ് 1. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്നൊരു ഭാഗമുണ്ട് അല്ലെ? അങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത് PDF-ല്? അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, കുട്ടികളിലെ വികാസവും വളർച്ചയും. ആ ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് ചാപ്റ്റർ. മനസ്സിലായോ? നമ്മളുടെ ബാക്കി സംശയങ്ങളൊക്കെ കഴിഞ്ഞോ? കുറെ സംശയം ഉണ്ടായിരുന്നു പറയണ്ടായോ? 6-ലെ പിള്ളേർക്ക് ഭയങ്കര സംശയമാണോ? സംശയമൊക്കെ മാറിയോ നിങ്ങളുടെ? മാം, നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാല് മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്നും ചോദിക്കുന്നില്ലേ? അപ്പൊ അതായിപ്പോ ഏതാ പറയാ? ഫാദർ ഓഫ് സൈക്കോളജി ആരാണ്? വില്യം. അത് കുറെ പേരില്ലേ? അപ്പൊ അതില് ഇപ്പൊ സൈക്കോളജിയുടെ പിതാവായിട്ട് കണക്കാക്കുന്നത് വില്യം ബോണ്ടിനാണ് കേട്ടോ. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടാവും, നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പറയുന്ന ഭാഗത്ത് ഇനി കുറച്ച് തിയറീസ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്.
അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഇപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഗ്രോത്തും ഡെവലപ്മെന്റും എന്നുള്ളത് നിങ്ങൾ നല്ല തറമായിട്ട് തന്നെ മനസ്സിലായിരിക്കണം. ദെൻ അതിനുശേഷമാണ് ഒരു കുട്ടിയില്ല, നമ്മളിപ്പോ ഏർലി ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞില്ല, അത് ഏതൊക്കെ പീരീഡ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നായിരുന്നോ നിങ്ങൾക്ക്? ഏത് ഏജ് വരെ എന്ന് പറഞ്ഞു തന്നിരുന്നോ? പറഞ്ഞു തന്നിരുന്നു. എന്തായിരുന്നോ? എന്താ മിസ്സേ? എഴുതിയിരുന്നോ നിങ്ങളത്? എഴുതിയെടുത്തായിരുന്നു. ബേബിഹുഡ് ടു ചൈൽഡ്ഹുഡ് അങ്ങനെ പറഞ്ഞു തന്നിരുന്നു. എഴുതിയെടുത്തിരുന്നു അല്ലേ? ഓക്കെ. ഞാൻ തന്നില്ല എന്ന് വിചാരിച്ചാണ് ഇപ്പൊ പറയാൻ പോയത് കേട്ടോ. ഓക്കെ, ഏതൊക്കെ സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ടായി? ഒരു 7 സ്റ്റേജസ് പറഞ്ഞിരുന്നോ? ഇല്ല, ഒരു 3rd സ്റ്റേജ് വരെ പറഞ്ഞു തന്നത്. സ്റ്റേജസ് പറഞ്ഞല്ലോ, ബാക്കി പിന്നെ പറയാം എന്നാ പറഞ്ഞു. മിസ് ഒന്നും കൂടെ പറയാവോ അത്? ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കട്ടെ. ഞാൻ അതൊന്ന് പറയട്ടെ, എന്നിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇപ്പൊ എഴുതരുത്, ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. നമ്മളിത് കൂടാതെ 2 സൈക്കോളജിസ്റ്റുകളുടെ തിയറീസ് പഠിക്കുന്നുണ്ട്. പിയാഷയുടെയും അതുപോലെ തന്നെ എറിക് എറിക്സന്റെ തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അവരിൽ എന്താണ് ഞാനത് പറയട്ടെ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ തിയറീസ് ഉൾപ്പെടുത്തും. നിങ്ങൾക്ക് ഉടനെ തന്നെ തിയറി ഒക്കെ പെട്ടെന്ന് കൊണ്ടുവന്നാല് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് ക്ലാസ്സുകളിൽ അതൊന്നും എടുക്കാറ്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ ഇതെന്താണെന്ന് മാത്രം പറഞ്ഞു പോകുന്നത്. ഓക്കെ, ആ തിയറീസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ. 2 തിയറീസ്, ഡെവലപ്മെന്റായി ബന്ധപ്പെട്ട് വരുന്ന 2 തിയറീസ് ഇവിടെ പഠിക്കാനുണ്ട്. പക്ഷേ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലോ PDF-ലോ അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. എക്സ്ട്രാ നിങ്ങൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ക്ലിയർ ആവുന്നില്ല മാം. പറയാം. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സില് കുറച്ച് സ്റ്റേജസുകൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഇൻഫാൻസി സ്റ്റേജ്. ഒന്നും കേൾക്കത്തില്ലേ? ഇൻഫാൻസി സ്റ്റേജ്. എക്കോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. മിസ് ഇപ്പൊ എഴുതണ്ടല്ലോ, ബാക്കി എല്ലാവരോടും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയോ? മറ്റു സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ആണ് കേൾക്കുന്നത്. ഓക്കെ, എന്താണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്? ഇൻഫാന്റ് സ്റ്റേജ് അല്ലെ? 0 to 3 years ആണ് എന്താ ഇൻഫാന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ജനനം മുതൽ ഒരു 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? മെസ്സേജ് ചെയ്യൂ, ക്ലിയർ ആണോ? യെസ്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഇൻഫാൻസി സ്റ്റേജ്, 0 to 3 years. വേറൊരു കാര്യം ടീച്ചർ പറയട്ടെ, നമ്മൾ ഡെവലപ്മെന്റൽ തിയറീസ് പഠിക്കുമെന്ന് പറഞ്ഞു. ആ തിയറീസിലൊക്കെ എന്താണ്, ഓരോ സൈക്കോളജിസ്റ്റും ഡെവലപ്മെന്റിന്റെയും ഗ്രോത്തിനെയും പലതരത്തിലാണ് അവര് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അവരുടേതായ രീതിയിലാണ് അവർ ഓരോ സ്റ്റേജസും തിരിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ഒരു സ്റ്റേജസ് അല്ല അവരുടെ തിയറീസിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിൻ്റെതായ ഡിഫറൻസുകൾ ഉണ്ടാകും. പക്ഷെ എന്നിരുന്നാലും ഒരു വ്യക്തിയുടെ സ്റ്റേജസ് കടന്നു പോകുന്നത് ഏകദേശം ഈ ഒരു സ്റ്റേജസിൽ കൂടെയാണ് കേട്ടോ. അപ്പൊ അതിലപ്പോ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം. ആ തിയറീസ് പഠിക്കുമ്പോൾ അതിലെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസുകളും പേരുകളായിരിക്കും. ഓരോ സ്റ്റേജസിനും ഓരോ പേരുകൾ കൊടുത്തിട്ടാണ് അവര് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ സ്റ്റേജസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒന്നും വരണ്ട. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട എന്താണ്, ഓരോ സൈക്കോളജിസ്റ്റും അവര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവര് മനസ്സിലാക്കിയ അവരുടെ പഠനങ്ങളിലൂടെ അവര് മനസ്സിലാക്കിയ തിയറീസ് ആണ് അവര് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസ് ആയിരിക്കും കേട്ടോ. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന എറിക് എറിക്സൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം 8 സ്റ്റേജിലൂടെയാണ് ഒരു വ്യക്തിയുടെ വികസനത്തിന് പറയുന്നത്. 8 സ്റ്റേജ്, അദ്ദേഹത്തിന്റെ തിയറിയാണ് 8 സ്റ്റേജ് വരുന്നത്. അതുപോലെ തന്നെ എന്താണ്, ജീൻ പിയാഷയുടെ തിയറി വരുന്നത്. അദ്ദേഹത്തിന്റെ തിയറിയിൽ എന്താണ്, അദ്ദേഹം ഒരു 7 സ്റ്റേജസിലൂടെയാണ് അദ്ദേഹം പറയുന്നത്. സോറി, 5 സ്റ്റേജസിൽ കൂടി. അപ്പൊ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് അതിലും പറയുന്നത്. അപ്പൊ എല്ലാ തിയറീസും വ്യത്യസ്തമായിരിക്കും, കുറച്ച് ടഫും ആയിരിക്കും. നിങ്ങളപ്പോ അത് മുൻകൂട്ടി കണ്ടിട്ട് വേണം പഠിക്കാനിരിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ആ തിയറിയിൽ ഞാൻ ഈ സ്റ്റേജല്ലേ പഠിച്ചത്, ഈ തിയറിയിൽ ഈ സ്റ്റേജല്ലേ പഠിച്ചത്, അങ്ങനെ ഒന്നുമില്ല. ഓരോ തിയറിയും എന്താണ്, അതിന് ഒന്നിലൊന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ഇത് എടുക്കണേക്ക് മുമ്പ് ഞാൻ പറഞ്ഞു തന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ തിയറീസ് ആയിരിക്കും നോക്കാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലായോ?
കട്ടായി പോകുന്നു. ഓക്കെ, എന്നാലും ശ്രദ്ധിക്കാം. ഇൻഫാന്റി സ്റ്റേജ് എന്ന് പറയുന്നത് 0 to 3 years ആണ്. ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്, ആദ്യ ബാലം എന്ന് പറയുന്നത്, ബാല്യം എന്ന് പറയുന്നത് 3 to 6 years. മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 6 to 9 years. ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 9 to 12 years. അഡോളസൻസ് എന്ന് പറയുന്നത് 12 to above 18 വരെ. 12 to above 18 വരെ. Then അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത് ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ഏജ്, 18 ശേഷമുള്ള കാലഘട്ടമാണ് അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. Then ഓൾഡ് ഏജ്, നിങ്ങൾക്ക് എഴുതാനുള്ള സമയം തരാം, പറഞ്ഞോട്ടെ. ഓൾഡ് ഏജ് എന്താണ്? 60 above. ഓക്കെ, അതായത് ഡെവലപ്മെന്റിന് പല സ്റ്റേജസ് ഉണ്ട്, വ്യക്തി വികസനത്തിന് പല സ്റ്റേജസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ് 0 to 3 years എന്ന് പറയുന്ന ഇൻഫാൻസി സ്റ്റേജ്. നിങ്ങൾ എഴുതുന്നുണ്ടോ? യെസ്. Then second stage ആണ് എന്ത്? early childhood 3 to 6 years. early childhood 3 to 6 years. Then middle childhood 6 to 9 years. middle childhood 6 to 9 years. Later childhood later, L-A-T-E-R, later childhood 9 to 12 years. Later childhood 9 to 12 years. Adolescence 12 to above 18. 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 Then adulthood, A-D-U-L-T, adulthood, A-D-U-L-T-H-O-O-D, adulthood. +80 above, 80 to above. Adulthood എന്താണ്? 80 to above. Then old age, 60 above. Old age 60 above. Old age 60 above. ഒന്നുകൂടെ പറയാം. Infancy stage 0 to 3 years. Infancy stage 0 to 3 years. ജനനം മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടം. Then early childhood, ആദ്യ ബാല്യം 3 to 6 years.
3 to 6 years. Middle childhood. Middle childhood 6 to 9 years. അസ്ന, നമ്മൾ തിയറീസ് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ തിയറീസ് എടുക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. തിയറീസ് ഇവിടെ പറഞ്ഞിട്ടില്ല. Later childhood 9 to 12 years. 9 to 12 years. Then adolescence 12 to above 18. Adolescence 12 to above 18. Adolescence 12 to above 18. Adulthood 18 plus. Adulthood 18 above. Adulthood 18 above. Then old age 16 above. Old age 16 above. ഓക്കെ, എഴുതിയെടുത്തോ എല്ലാവരും? എഴുതിയെടുത്തോ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് നോക്കിയാൽ മതി. എല്ലാം കൂടി എടുത്താൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആവും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് തിയറീസും നോക്കണം, പ്രിൻസിപ്പിൾസും നോക്കണം. ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കണം. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു തിയറീസ്, 2 തിയറി പഠിക്കാനുണ്ട്, ഒരു തിയറി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങള് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നന്നായി പഠിച്ചിട്ട് വരാം നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ മിസ്. മിസ്സിന്റെ പേരെന്താ? പേര് ആതിര. മിസ്, നമ്മളിപ്പോ ഈ എഴുതിയ സ്റ്റേജസ് നമ്മുടെ ടെക്സ്റ്റിലില്ലേ? ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. ഓക്കെ. നിങ്ങൾ തിയറീസുകളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ ഈ സൈക്കോളജി പഠിക്കുന്ന തിയറീസ് കൂടി അപ്ലൈ ചെയ്ത് പഠിച്ചാലേ ഈ പഠിക്കുന്നതിന് ഒരു ഫലം ഉണ്ടാവുള്ളൂ. ഓക്കെ. ചൈൽഡ് സൈക്കോളജി അറിഞ്ഞിരിക്കണ്ടേ? ഓക്കെ. യെസ്. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു താങ്ക് യു മിസ്. താങ്ക് യു മിസ്. മിസ് ഇതിന്റെ നോട്ട്സ് കാണത്തില്ലയോ? ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് തരാറുള്ളത്. അങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാം കേട്ടോ. എക്സാം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് എക്സാം. മിസ്, നമുക്ക് ഈ 5 മോഡ്യൂളും കൂടിയിട്ട് ഒരു ഒറ്റ എക്സാമിൽ ഉണ്ടാവുള്ളൂ, അങ്ങനെയാണോ? എക്സാം അതിനെ കുറിച്ച് പറയാം കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു ടീച്ചർ. അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ രണ്ടും. ഓക്കെ മിസ്. പിന്നെ എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, മറന്നു പോകരുത്. എന്തായിരുന്നു? ഡെഫിനിഷൻ. ഡെഫിനിഷൻ. സൈക്കോളജിസ്റ്റിന്റെ ഡെഫിനിഷൻ എഴുതിക്കൊണ്ട് വരണോന്ന്. ഒരു സൈക്കോളജിസ്റ്റ് ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും കുറിച്ച് പറയുന്ന ഡെഫിനിഷൻ. നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ നിങ്ങൾ കണ്ടെത്തണം, കണ്ടെത്തി കൊണ്ടുവരാം കേട്ടോ. ആക്ടിവിറ്റി ആണ്, ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് കേട്ടോ നിങ്ങളുടെ സൈക്കോളജിയിലെ ഫസ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ മാം. ഗ്രോത്തും ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു സൈക്കോളജിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ കണ്ടെത്തിക്കൊണ്ടത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബുക്കിൽ അത് എഴുതാം. ആക്ടിവിറ്റി നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.